കഷ്ടപ്പാടുകൾക്കൊടുവിൽ ജീവിതം വിജയിപ്പിച്ചെടുത്ത നടനാണ് ജയസൂര്യ. ജയൻ മരട് എന്ന സാധാരണക്കാരൻ ജയസൂര്യ എന്ന നടനായി വിജയിച്ചതിനു പിന്നിൽ തളരാതെ പോരാടാൻ മനസ്സുള്ള ഒരു മനുഷ്യൻ്റെ പരിശ്രമമുണ്ട്. ശേഷം നല്ലൊരു ജീവിതവും പ്രശസ്തിയും കെട്ടിപ്പടുത്തെങ്കിലും അതിനൊരു കളങ്കവുമേൽക്കാതെ സൂക്ഷിക്കാൻ നടന് സാധിച്ചില്ലെന്ന് പറയേണ്ടി വരും. അതുപോലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം നടനെ സ്നേഹിച്ചിരുന്ന പ്രേക്ഷകർ മുഴുവൻ അറിഞ്ഞത്. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ മരട് സ്വദേശിയാണ് ജയസൂര്യ. അവിടെയുള്ള സാധാരണ കുടുംബത്തിലായിരുന്നു നടന്റെ ജനനം. മണിയുടെയും തങ്കത്തിൻ്റെയും മൂത്ത മകൻ. തട്ടാർ സമുദായത്തിൽപ്പെട്ട അച്ഛൻ്റെ കുടുംബം പരമ്പരാഗതമായി സ്വർണ്ണപ്പണിക്കാരായിരുന്നു. അമ്മ ഒരു സാധു സ്ത്രീയും. കൂലിപ്പണിയും മറ്റുമെടുത്ത് മക്കളെ പോറ്റിയിരുന്ന അമ്മ. ജയസൂര്യയ്ക്ക് ഒരു സഹോദരിയുണ്ട്. ജയൻ മരട് എന്നായിരുന്നു നടന്റെ യഥാർത്ഥ പേര്. ചമ്പക്കര സെന്റ് ജോർജ് UP സ്കൂൾ, തൃപ്പൂണിത്തുറ ഗവൺമെന്റ് സംസ്കൃത സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു പഠിച്ചതെല്ലാം. എറണാകുളം ഓൾ സയൻസ് കോളേജിൽ നിന്ന് ബിരുദവും നേടി പഠനം പൂർത്തിയാക്കിയ ജയസൂര്യ കോട്ടയം നസീറിന്റെ കൊച്ചിൻ ഡിസ്കവറി എന്ന മിമിക്രി ട്രൂപ്പിലാണ് ആദ്യം ചേർന്നത്. ഈ കാലത്തെല്ലാം സിനിമയായിരുന്നു ജയസൂര്യയുടെ ഇഷ്ടമേഖല. അതിൽ കയറിപ്പറ്റുക എന്നത് മാത്രമായിരുന്നു സ്വപ്നം. ക്രൗൺ ഓഫ് കൊച്ചിൻ എന്ന ട്രൂപ്പിലും സജീവമായി പ്രവർത്തിച്ച ജയസൂര്യ ഏഷ്യാനെറ്റ് കേബിൾ വിഷനിലെ ഫൺവേ ജാക്ക്പോട്ട് എന്ന പ്രോഗ്രാമിലും കൈരളി ചാനലിലെ ജഗതി ജഗതിമയം എന്ന പ്രോഗ്രാമിലും അവതാരകനായെത്തി. അക്കാലത്ത് വിവിധ സീരിയലുകളിൽ നിരവധി നടന്മാർക്ക് ശബ്ദവും നൽകിയിട്ടുണ്ട്. ഫോണിൻ പരിപാടിയിൽ പങ്കെടുക്കവെയാണ് ജയസൂര്യ സരിതയുമായി പരിചയപ്പെടുന്നത്. സ്ഥിരമായി ഈ പരിപാടി കണ്ടുകൊണ്ടിരുന്ന സരിതയും അമ്മയും പ്രോഗ്രാമിലേക്ക് ഫോൺ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരിക്കലാണ് പുറത്തുവച്ച് കണ്ടതും സംസാരിച്ചതും. അതിനിടെയാണ് ജയസൂര്യ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറിയത്. തൊട്ടടുത്ത് അയൽക്കാരായി സരിതയും കുടുംബവും ഉണ്ടായിരുന്നു. അയൽക്കാർ ആയതോടെയാണ് ഇരുവരും കൂടുതൽ അടുത്തതും പിന്നീട് പ്രണയത്തിലാകുന്നതും. എന്നാൽ അടുത്തടുത്ത് കഴിഞ്ഞിരുന്നെങ്കിലും ഈ പ്രണയബന്ധം വീട്ടുകാർ അറിഞ്ഞിരുന്നില്ല. അതിനിടെയാണ് 2001 ദോസ്ത് എന്ന സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ട് ജയസൂര്യ സിനിമയിലെത്തിയത്. ഇതിലൂടെ താരങ്ങളുമായി പരിചയപ്പെട്ടപ്പോൾ കാവ്യാമാധവൻ വഴിയാണ് 2002 വിനയൻ സംവിധാനം ചെയ്ത ഉമ്മപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ എന്ന ചിത്രത്തിലൂടെ നായക പദവിയിൽ എത്തിയത്. ഇതേ ചിത്രത്തിന്റെ തമിഴ് റീമേക്കായ എൻ മാനവനിലും അഭിനയിച്ചു. ഒന്നിലേറെ നായകന്മാരുള്ള ചിത്രങ്ങളാണ് ഈ നടന് ഏറെ നേട്ടമായത്. സ്വപ്നക്കൂടും പുലിവാൽ കല്യാണവും കഴിഞ്ഞ് ചതിക്കാത്ത ചന്തുവിന്റെ വൻ വിജയത്തിൽ നിൽക്കവെയായിരുന്നു വിവാഹം. വിവാഹത്തിന് ശേഷം ഫാഷൻ ഡിസൈനറായി സരിത ഉയർന്നു വന്നതിന് പിന്നിലും ജയസൂര്യയുടെ വലിയ പിന്തുണയുണ്ട്. നായക കഥാപാത്രത്തെ മാത്രമേ അവതരിപ്പിക്കൂ എന്ന പിടിവാശിയിലത്തും നർമ്മരംഗങ്ങളിലെ മികവുമാണ് ജയസൂര്യയുടെ കരിയർ വളർച്ചയ്ക്ക് സഹായകമായത്. വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തിരുന്ന അപ്പോത്തിക്കിരി, സുധി വാത്മീകം, യോബിന്റെ പുസ്തകം, ഞാൻ മേരിക്കുട്ടി തുടങ്ങിയ സിനിമകൾ നടന് വലിയ വിജയങ്ങളാണ് സമ്മാനിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ 4 വർഷമായി ഒരു കഥാപാത്രത്തിനു വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്ന വനമാന്ത്രികനായ പുരോഹിതൻ കടമറ്റത്തെ കത്തനാരുടെ കഥ കടമറ്റത്തച്ഛൻ എന്ന പേരിൽ 1984 നസീർ അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രം പുറത്തിറങ്ങിയിരുന്നു. അതിനുശേഷം കടമറ്റത്ത് കത്തനാർ എന്നൊരു സീരിയലും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അതിൻ്റെ 3D ആയാണ് പുതിയ കടമറ്റത്ത് കത്തനാർ ഒരുങ്ങുന്നത്. ഫിലിപ്പ് സാൻ മങ്കിപ്പൻ, ജോ ആൻഡ് ബോയ് തുടങ്ങിയ ചിത്രങ്ങൾ ഒരുക്കിയ റോജിൻ തോമസാണ് ജയസൂര്യയെ നായകനാക്കി കടമറ്റത്ത് കത്തനാർ എന്ന സിനിമ ഒരുക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി ഈ സിനിമയുടെ പിന്നാലെയാണ് ജയസൂര്യ. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.